ആറ്റിങ്ങൽ നഗരസഭയുടെ 2026-27 വർഷത്തെ ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടന്നു. ഇന്ന് ബജറ്റിന്മേൽ നടന്ന ചർച്ചയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ നേരിയ വാക്പോരുണ്ടായി. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ബജറ്റാണ് ഇതെന്ന് പ്രതിപക്ഷം വാദിച്ചപ്പോൾ മികച്ച ബജറ്റാണെന്ന് ഭരണപക്ഷം ഒരേ സ്വരത്തിൽ അവകാശമുന്നയിച്ചു. ചർച്ചയ്ക്കിടെ BJP കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ബജറ്റ് ബഹിഷ്കരിച്ച ഹാളിന് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഈ വർഷത്തെ ബഡ്ജറ്റിൽ ആകെ 2025-26 പുതുക്കിയ ബഡ്ജറ്റിൽ 31 ലക്ഷം രൂപ വകയിരുത്തുകയും എന്നാൽ മതിപ്പ് ബഡ്ജറ്റിൽ 35 ലക്ഷം രൂപയും വകയിരുന്നു. ഇത്രയും നിലം തിരിച്ചു പിടിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതിന് നമ്മൾ ഏകദേശം പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് അത് വെച്ച് നോക്കുമ്പോൾ അത് വിരോധാഭാസമാണ്. ജനങ്ങളെ പറ്റിക്കുന്നതിനുള്ള ഒരു തട്ടിക്കൂട്ട് മാത്രമാണ് ആ പദ്ധതി നിർദ്ദേശമെന്ന് മനസ്സിലാക്കുന്നത്. 18 ദശലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു പദ്ധതി 14.81 കോടിയുടെ അതില് കേന്ദ്ര സർക്കാരിന്റെ അർബൻ അഗ്ലോമറേഷൻ പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. നമുക്ക് മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ആ പദ്ധതി ചെയ്യുന്നത്. അതിലും ആറ്റിങ്ങൽ നഗരസഭയുടെ എന്താണ് റോള്, എത്രയാണ് നമ്മുടെ ഫണ്ട് വിഹിതം, അതൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ഇത്തരം കാര്യങ്ങളിലൊന്നും കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ ബജറ്റിനോട് ഞാൻ പൂർണ്ണമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ബഡ്ജറ്റിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് തരുന്ന പദ്ധതികൾ സുതാര്യമല്ലാതാകുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. നഗരസഭയുടെ നേതൃത്വത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതി എന്നത് നമ്മുടെ ആത്മൃത പദ്ധതി തന്നെയാണോ? അതിൽ മുനിസിപ്പാലിറ്റിയുടെ വിഹിതം എന്തുകൊണ്ടാണ് കൃത്യമായി സൂചിപ്പിക്കാത്തത്? ഇത്രയും കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കിട്ടാത്തതുകൊണ്ടും ഞാൻ ഈ ഒരു ബഡ്ജറ്റിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. വളരെ അത്ഭുതം തോന്നിയ പ്രസ്താവനകളാണ് ബജറ്റിൽ. ഉദാഹരണം, അനധികൃതമായി നികത്തിയ കൃഷിഭൂമി കർശന നടപടികളിലൂടെ വീണ്ടെടുക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഭരണസമിതി വന്ന ശേഷമാണ് ഇവിടെ മണ്ണ് മാഫിയ ഇത്രയും ശക്തമായി തലപൊക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും ഇവിടുത്തെ പോലീസിൻ്റെയും ഇവിടുത്തെ മറ്റ് റവന്യൂ അധികാരികളുടെ അറിവില്ലാതെ അത് നടത്തില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ടേക്ക് ബ്രേക്ക് പദ്ധതി മുനിസിപ്പാലിറ്റിയുടെ ജോലി സ്ഥലം കാണിച്ചു കൊടുക്കൽ മാത്രമാണ്. ഞാൻ പറയുന്നത് അബദ്ധമാണെങ്കിൽ കറക്റ്റ് ചെയ്യണം. അല്ലാതെ കേന്ദ്ര പദ്ധതി ടേക്ക് ബ്രേക്ക് പദ്ധതി കമ്പറ്റ് സ്റ്റേഷനുകളും അവിടെ കാപ്പുപിടിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ മുനിസിപ്പാലിറ്റിയാണ് ഒരുക്കുന്നത്. അത് ബഡ്ജറ്റിൽ എന്ത് വകയാണ് എഴുതിയിരിക്കണമെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഈ നിരവധിയായിട്ടുള്ള പൊള്ള വാഗ്ദാനങ്ങൾ നടത്തിയ ഈ ബഡ്ജറ്റ് പരിപൂർണമായും ബഹിഷ്കരിക്കുകയും BJPയുടെ പാർലമെന്ററി പാർട്ടി ഇത് ബഹിഷ്കരിക്കാനായിട്ട് അറിയുകയും ചെയ്യാം. 2007 മുതൽ നാളെ വരെ ഏകദേശം 15 വർഷത്തിൽ പിന്നിടുമ്പോൾ മാലിന്യ സംസ്കരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സൊസൈറ്റി, കാസർഗോഡ് സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം സുതാര്യമായിരുന്നു എന്ന് നഗരസഭ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. കാരണം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് നിലവിൽ അങ്ങനെ സൊസൈറ്റി പോലും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്വകാര്യ വ്യക്തി ഒരു വിവരാവകാശം നൽകിയപ്പോൾ ആ വിവരാവകാശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നൊരു നഗരസഭയുടെ ഒരു കോമ്പൗണ്ടിൽ പോയി ഒരു സ്ഥാപനം എടുക്കുകയും അവിടെ ലൈസൻസ് എടുക്കുകയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ക്യാൻസർ രോഗികൾക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നതിനോ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എന്നീ കഴിഞ്ഞാൽ പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നതിനോ ഒരു ശരിക്കുള്ള സംവിധാനം നമുക്ക് ആറ്റിങ്ങലില്ല. ഈ ബഡ്ജറ്റിൽ അതിന് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ശക്തമായ ഒരു നിർദ്ദേശം ഞാൻ കണ്ടില്ല. കഴിഞ്ഞ കാലങ്ങളിലെ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിൽ നഗരസഭ പരാജയപ്പെട്ടെന്നും പ്രഖ്യാപനങ്ങൾ വെറും വാഗ്ദാനങ്ങൾ മാത്രമാണെന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. മുദ്രാവാക്യം വിളികളോടെ കൗൺസിൽ ഹാളിന് പുറത്തിറങ്ങിയ BJP കോൺഗ്രസ് അംഗങ്ങൾ നഗരസഭാ ഭരണസമിതിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. 2026-27 ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ ബഡ്ജറ്റ് കഴിഞ്ഞ കൊല്ലങ്ങളിലെ ഫോട്ടോ കോപ്പികളിലുപരി പ്രത്യേകിച്ചൊന്നും നമുക്കാർക്കും കാണാൻ സാധിച്ചിട്ടില്ല. ജനങ്ങളുടെ ജീവൽ വിഷയങ്ങളൊന്നും സ്പർശിക്കാതെ ഒരു തട്ടിക്കൂട്ട് ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചു. നിരവധിയായിട്ടുള്ള കേന്ദ്ര പദ്ധതികൾ അത് ഏത് പദ്ധതിയാണെന്ന് പറയാതെ, മുനിസിപ്പാലിറ്റിക്ക് വിഹിതമുണ്ടോ ഇല്ലയോ എന്ന് പറയാതെ ഇവിടെ കാണിച്ച ഈ ഒരു ഷോയിൽ ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിറങ്ങുകയാണ്. ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം, വരാൻ പോകുന്ന വർഷത്തിൽ എന്തുമാത്രം വികസനം നടപ്പിലാക്കണം, ജനോപകാരപ്രദമായ പ്രവൃത്തികൾ എന്ത് ചെയ്യണം, ഇതാണ് ഒരു ബഡ്ജറ്റ്.
ബഡ്ജറ്റ് എന്ന് പറയുന്നത് വെറും പൊള്ളത്തരമായ ബഡ്ജറ്റ്, നാടകീയമായ ബഡ്ജറ്റ്, ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികൾ സഭ ബഹിഷ്കരിക്കുകയുണ്ടായി. ഈ ബഡ്ജറ്റ് ആദ്യം തന്നെ ഞങ്ങൾ എതിർത്തതിൻ്റെ കാരണം തന്നെ ഈ 9-10 വർഷമാണ് ഈ ടൗൺ ഹാള് ഇതേപോലെ കിടക്കുന്നത്. എന്നിട്ട് തന്നെ ഈ ബഡ്ജറ്റിൻ്റെ ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ ഈ ടൗൺ ഹാളിൻ്റെ ഈ ഫോട്ടോ കൊണ്ടുവച്ചത് തന്നെ ഒട്ടും ശരിയായ ഒരു കാര്യമല്ല. ഈ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുടിവെള്ള പദ്ധതി നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പദ്ധതിയില്ല, അമൃതം പദ്ധതിയാണ്. അതുപോലെ നിരവധിയായ കാര്യങ്ങൾ ഇതുണ്ട്. ജനക്ഷേമപരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും തന്നെ ഈ ബഡ്ജറ്റിൽ പ്രതിപാദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബഡ്ജറ്റിനെ ബഹിഷ്കരിച്ചത്, എതിർത്തത്. തികച്ചും പച്ചക്കള്ളമാണ് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ബഡ്ജറ്റല്ല, ഓട്ടയുള്ള ബക്കറ്റാണെന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാൻ കഴിവില്ലാത്തതും നടപ്പിലാക്കാൻ പറ്റാത്തതുമായിട്ടുള്ള പൊള്ളത്തരങ്ങൾ മാത്രമാണ്. ബഡ്ജറ്റ് മുഴുവൻ തട്ടിപ്പാണ്. വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, ഈ ബഡ്ജറ്റ് വേണ്ടേ വേണ്ട. പ്രതിഷേധം, പ്രതിഷേധം, നാഷണൽ കോൺഗ്രസ് പ്രതിഷേധം. പ്രതിപക്ഷ ബഹളത്തിനിടയിലും വികസനത്തിന് ഊന്നൽ നൽകുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ചത്. സ്വാഭാവികമായും ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ എത്രമാത്രം നല്ല നിർദ്ദേശങ്ങളുണ്ടെങ്കിലും അത് അംഗീകരിക്കില്ല എന്ന നിലപാടാണ് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ UDF-ൻ്റെയും അതുപോലെ തന്നെ BJP-യുടെയും പ്രതിനിധികൾ ഇവിടെ ചർച്ച ചെയ്തത്. കാരണം ബഡ്ജറ്റ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റായാലും അതുപോലെ തന്നെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളായാലുമൊക്കെ കേവലമായ തമാശകളായി കാണുന്നവരാണ് അത്തരക്കാർ എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആറ്റിങ്ങൽ നഗരസഭയുടെ സമഗ്ര മേഖലകളെയും വികസനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് വൈസ് ചെയർപേഴ്സൺ ശ്രീമതി RS രേഖ ഇന്നലെ ഇവിടെ അവതരിപ്പിച്ചത്. 2025-26 പുതുക്കിയ ബഡ്ജറ്റും 2026-27 പദ്ധതികൾ ഉൾപ്പെടുത്തിയ മതിപ്പ് ബഡ്ജറ്റും ഞാൻ ആദ്യമേ സ്വാഗതം ചെയ്യുന്നു, അംഗീകരിക്കുന്നു. ഇത്രയും ദീർഘവീക്ഷണമുള്ള ബഡ്ജറ്റിനെ ഞാൻ അംഗീകരിക്കുന്നു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച മാതൃക സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന നഗരസഭകളിലൊന്നാണ് നമ്മുടേത്. ജനക്ഷേമം മുൻനിർത്തി സമസ്ത മേഖലകളിൽ ഇടപെട്ട് സഹായം നൽകുന്ന സാമ്പത്തിക നയരേഖയാണ് ഇവിടെ അവതരിക്കപ്പെട്ടത്. ആകെ വരവ് 72,10,93,361 രൂപയും ആകെ ചിലവ് 70,94,97,623 രൂപയും മിച്ചം 1,32,95,738 രൂപയുമായി വകയിരുത്തി. ടൗൺഹാൾ നവീകരണം പൂർത്തിയാക്കൽ, അത്യാധുനിക വിശ്രമ കേന്ദ്രങ്ങൾ, മാലിന്യ സംസ്കരണത്തിനായി 25 കോടി രൂപയുടെ ബൃഹത് പദ്ധതി, വാമനപുരം നദിയിലെ തടയണ നിർമ്മാണം എന്നിവയാണ് പ്രധാന പദ്ധതികൾ. പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആറ്റിങ്ങലിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളാണ് ബഡ്ജറ്റിലുള്ളതെന്നും ടൗൺഹാൾ നവീകരണവും കുടിവെള്ള പദ്ധതിയും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ആറ്റിങ്ങൽ മോഡൽ വികസനം വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും നഗരസഭാ ചെയർമാൻ വിസ്മയ ന്യൂസിനോട് പ്രതികരിച്ചു. ഈ പട്ടണത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനവും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തെയും മുൻനിർത്തിയാണ് ഈ ബഡ്ജറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. എല്ലാ വീടുകളിലും സുഗമമായി വെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഒരുപക്ഷെ നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആരംഭിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് 8 കോടി രൂപ ചിലവ് ചെയ്ത് നവീകരിക്കുകയും അവിടെ പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുകയുമാണ്. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.